welcome to our online class. Today we are going to discuss a new chapter, data types and operators. What is meant by data types? Data types means to identify which type of data used in program. The nature of data. Data ഏത് തരത്തിലുള്ളതാണ്, എന്ത് ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഡാറ്റ ടൈപ്പ് എന്നാണ് കോൺസെപ്റ്റ്. ഡാറ്റ ടൈപ്പ് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ വിച്ച് ടൈപ്പ് ഓഫ് ഡാറ്റ, ഏത് തരത്തിലുള്ള ഡാറ്റയാണ് നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നത്, എന്ത് ഓപ്പറേഷൻസ് ആണ് നടത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏതിൽ ഡിഫൈൻ ചെയ്യുന്നത്, ഡാറ്റ ടൈപ്സിൽ. ഡാറ്റ ടൈപ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നോക്കുക, in C++ data types are classified into user defined data types, fundamental data types and derived data types. ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്, അത് യൂസർ പ്രോഗ്രാം ആരാണോ ചെയ്യുന്നത്, ആരാണ് യൂസ് ചെയ്യുന്നത്, അവർ അവരുടെ ഇഷ്ടപ്രകാരം അവർ ഡിസൈഡ് ചെയ്യുന്നതാണ് ഏത് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. ഓക്കെ, നെക്സ്റ്റ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുമ്പോൾ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പിൽ നിന്നും ഡിറൈവ് ചെയ്യുന്നതാണ് ഏത് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്. ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് ആർ ഡിറൈവ്ഡ് ഫ്രം ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ്. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സിൽ നിന്നാണ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് ഡിറൈവ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് ആണ് അരേസ്, സ്ട്രക്ചറൊക്കെ. അരേസും സ്ട്രക്ചറൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ഇയറിൽ പഠിക്കാനുണ്ട്, സെക്കൻഡ് ഇയറിൽ. പിന്നെയുള്ളത് ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ആണ്. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സിൽ വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് പറയുമ്പോൾ അറ്റോമിക് ഇൻ നാച്ചറാണ്. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ആർ basic in nature. It is classified into 5. They are int, char, float, double, void. ഇങ്ങനെ 5 ആയിട്ട് ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. int stand for integer. Int, first data type int stand for integer. It has 2 bytes of memory. It can store whole numbers without fraction. Point ഇല്ലാത്ത എല്ലാ നമ്പേഴ്സിനെയും ഏത് സ്റ്റോർ ചെയ്ത് വയ്ക്കും, ഇൻറ്റ്. ഓക്കെ, അപ്പോൾ ഇൻറ്റ് സ്റ്റാൻഡ് ഫോർ ഇൻറ്റിജർ. ഇറ്റ് ഹാസ് 2 bytes ഓഫ് മെമ്മറി. ഇറ്റ് ക്യാൻ സ്റ്റോർ ഹോൾ നമ്പേഴ്സ് വിത്തൗട്ട് ഫ്രാക്ഷൻ, പോയിൻ്റ് ഇല്ലാത്ത നമ്പേഴ്സിനെ. നെക്സ്റ്റ് ഫ്ലോട്ട്, ഇൻറ്റ് കാർ. കാർ സ്റ്റാൻഡ് ഫോർ ക്യാരക്ടർ ടൈപ്പ് ഓഫ് ഡാറ്റ. ഇറ്റ് ക്യാൻ സ്റ്റോർ ക്യാരക്ടർ ടൈപ്പ് ഡാറ്റ. ഇറ്റ് ഹാസ് 1 byte ഓഫ് മെമ്മറി. Okay, char stand for character. It can store character type of data. It has 1 byte of memory. Here using keyword char, character ന് char നും integer ന് int എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. Next float. Floating point. It has 4 byte of memory. 4 byte of memory. It can store fractional numbers. പോയിൻ്റ് ഉള്ള നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, ഫ്ലോട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡബിൾ. ഇറ്റ് ഹാസ് 8 byte ഓഫ് മെമ്മറി. 8 byte ഓഫ് മെമ്മറി. ഇറ്റ് ക്യാൻ സ്റ്റോർ ലാർജ് ഫ്രാക്ഷണൽ നമ്പേഴ്സ്. പോയിൻ്റ് ഉള്ളത് തന്നെ ലാർജ് ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, ഡബിൾ യൂസ് ചെയ്യുന്നത്. The last one is void. Void is empty set of value. അതിന് പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നുമില്ല. പിന്നെ എന്തിനു വേണ്ടി യൂസ് ചെയ്യിച്ചാൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വാല്യൂസിനൊക്കെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് void യൂസ് ചെയ്യുന്നത്. Okay,
അപ്പോൾ ഡാറ്റ ടൈപ്സ് ഇതിന് വേണ്ടിയിട്ടാണ് ടു ഐഡൻറ്റിഫൈ വിച്ച് ടൈപ്പ് ഓഫ് ഡാറ്റ, ഏത് തരത്തിലുള്ള ഡാറ്റ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഇതിനെ നമ്മൾ ഏതൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നത് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് എന്നും ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ആൻഡ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാമറാണ് എന്ത് ചെയ്യുന്നത്, അത് ഡിസൈഡ് ചെയ്യുന്നത് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സിൽ. അതിൽ നമ്മുടെ യൂണിയൻ ക്ലാസ്സൊക്കെ അതിൽ വരുന്നതാണ്. പിന്നെ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുമ്പോൾ ഡിറൈവ്ഡ് ഫ്രം ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ്. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സിൽ നിന്നാണ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് അതിന് എക്സാമ്പിളാണ് അറേസ്, സ്ട്രക്ചർ, അതൊക്കെ നെക്സ്റ്റ് ഇയറിൽ പഠിക്കേണ്ടത്. പിന്നെ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ്. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് അറ്റോമിക് നാച്ചർ, ബേസിക് ഇൻ നാച്ചർ. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. ഇൻറ്റ് സ്റ്റാൻഡ് ഫോർ ഇൻറ്റിജർ. ഇറ്റ് ഹാസ് 2 bytes ഓഫ് മെമ്മറി. ഇറ്റ് ക്യാൻ സ്റ്റോർ ഹോൾ നമ്പേഴ്സ് വിത്തൗട്ട് ഫ്രാക്ഷൻ. പോയിൻ്റ് ഇല്ലാത്ത നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്തിരിക്കുന്നു. Char stand for character. It has 1 byte of memory. It can store character type of data. Float, floating point. It has 4 byte of memory. It can store fractional numbers. Point ulla numbers ne store cheyidu vekkunu. Double എന്ന് പറയുമ്പോൾ it has 8 byte of memory. It can store large fractional numbers. Point ഉള്ളതിൽ തന്നെ large fractional numbers ne store ചെയ്തു വെക്കാൻ double യൂസ് ചെയ്യുന്നു. Void എന്ന് പറയുമ്പോൾ empty set of value. അതിന് പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നുമില്ല. നമുക്ക് പ്രോഗ്രാമിൽ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഏത് യൂസ് ചെയ്യുന്നത്, വോയിഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് മോഡിഫിയേഴ്സ്. ടൈപ്പ് മോഡിഫിയേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഓരോ ഡാറ്റ ടൈപ്പിനും ഒരു പെർമിറ്റ് ചെയ്ത് വെച്ച വാല്യൂസ് ഉണ്ടായിരിക്കും. ആ വാല്യൂസിന് ബിഗ്ഗറിന് സ്മോളർക്കും സ്മോളറിന് ബിഗ്ഗർക്കും അങ്ങനെ ഒരു വാല്യൂസിൽ ചേഞ്ചസ് വരുത്താൻ, എന്തെങ്കിലും ഓൾട്ടറേഷൻ വരുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ടൈപ്പ് മോഡിഫിയേഴ്സ് യൂസ് ചെയ്യുന്നത്. ടു ആൾട്ടർ ദ റേഞ്ച് ഓഫ് വാല്യൂസ് പെർമിറ്റഡ് ടു ഡാറ്റ. ഓരോ ഡാറ്റ ടൈപ്പിനും പെർമിറ്റ് ചെയ്തിട്ടുള്ള വാല്യൂസിന് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നു, ടൈപ്പ് മോഡിഫിയേഴ്സ് യൂസ് ചെയ്യുന്നു. ഇതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സൈൻഡ്, അൺസൈൻഡ്, ലോങ് ആൻഡ് ഷോർട്ട്. ടൈപ്പ് മോഡിഫിയേഴ്സ് 4ആണ്. ടൈപ്പ് മോഡിഫിയേഴ്സ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, എന്തിനു വേണ്ടി വെച്ചാൽ ടു ആൾട്ടർ ദ റേഞ്ച് ഓഫ് വാല്യൂ ദാറ്റ് പെർമിറ്റഡ് ടു ഡാറ്റ ടൈപ്സ്. ഡാറ്റ ടൈപ്സിൽ പെർമിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വാല്യൂസിന് എന്തെങ്കിലുമൊക്കെ ഓൾട്ടറേഷൻ വരുത്തുക, അതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇൻറ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിന് ഒരു വാല്യൂ റേഞ്ച് ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ വല്ല ഷോർട്ടും അൺസൈൻഡും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ, ടൈപ്പ് മോഡിഫിയേഴ്സ് ഏതെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ആ വാല്യൂസിന് ചേഞ്ചസ് വരും. നിങ്ങൾ ഈ ടാബിൾ നോക്കൂ. ഈ ടാബിളിൽ ക്യാർ അതിൻ്റെ സൈസ് 1 byte ആണ് അല്ലേ, അതിന് വാല്യൂസ് ഉണ്ട്. സൈൻഡിൽ എന്താണ് -128 മുതൽ 127 വരെയാണ് അതിൻ്റെ റേഞ്ച്. സൈൻഡ് എന്ന ടൈപ്പ് മോഡിഫിയേഴ്സ് കൊടുത്തപ്പോൾ പിന്നെ അത് അൺസൈൻഡ് ആക്കിയപ്പോൾ വാല്യൂസിൽ വ്യത്യാസം വന്നു, അതിൻ്റെ റേഞ്ചിൽ വ്യത്യാസം വന്നു. 0 to എന്തായി 256 ആയി, 255. അപ്പോൾ ആ ഒരു ഡാറ്റ ടൈപ്പിൻ്റെ റേഞ്ചിൽ വ്യത്യാസം വന്നു. അങ്ങനെ വരുത്താൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്, ടൈപ്പ് മോഡിഫിയേഴ്സ്. അതുപോലെ എല്ലാറ്റിൻ്റെ കേസിലും വരുന്നുണ്ട് അല്ലേ. ഷോർട്ടിൻ്റെ ചേർക്കുമ്പോൾ ഇൻറ്റിൻ്റെ കേസിൽ നോക്കിയേ, സൈൻഡിൽ ആകുമ്പോൾ വേറെ വാല്യൂ ആണ്, അൺസൈൻഡ് ആകുമ്പോൾ വേറെ വാല്യൂ, ലോങ് കൊടുക്കുമ്പോൾ ഷോർട്ട് കൊടുക്കുമ്പോൾ, അതായത് ഓൾറെഡി പെർമിറ്റ് ചെയ്തിട്ടുള്ള വാല്യൂസിന്, ഡാറ്റ ടൈപ്പിന് പെർമിറ്റ് ചെയ്തിട്ടുള്ള വാല്യൂസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് മോഡിഫിയേഴ്സ് യൂസ് ചെയ്യുന്നത്. ടൈപ്പ് മോഡിഫിയേഴ്സ് ആർ യൂസ്ഡ് ടു alter the range of value permitted to the data type. ഓക്കെ, അപ്പോൾ ടൈപ്പ് മോഡിഫിയേഴ്സ് മനസ്സിലായല്ലോ, ഡാറ്റ ടൈപ്സ് എന്തിനാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.